ഹായ് മക്കളെ, കാണുമ്പോൾ വളരെ ഈസിയാണെന്ന് തോന്നുമെങ്കിലും ചെയ്തു തുടങ്ങുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാവുന്ന ഓർഗാനിക് കെമിസ്ട്രിയിലെ ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യം: വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൽക്കഹോൾസ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് ടർബിഡിറ്റി വിത്ത് ലൂക്കാസ് റിയേജൻ അറ്റ് റൂം ടെമ്പറേച്ചർ എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, കാണുമ്പോൾ ഭയങ്കര എളുപ്പമായി തോന്നും, പക്ഷെ ആൻസർ മാർക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യം കൂടിയാണത്. അപ്പൊ നമുക്കറിയാം, ലൂക്കാസ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്ത് ടർബിഡിറ്റി ഫോം ചെയ്യുമ്പോൾ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? ടേഴ്സറി ആൽക്കഹോളുകളാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ടർബിഡിറ്റി തരിക. സെക്കൻഡറി ആൽക്കഹോളുകൾ 3 to 5 minutes എടുക്കും. പ്രൈമറി ആൽക്കഹോളുകൾ റൂം ടെമ്പറേച്ചറിൽ ടർബിഡിറ്റി തരില്ല. കാരണം ഇവിടെയെല്ലാം നമ്മൾ ഫോം ചെയ്യുന്ന കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റിയാണ് നമ്മൾ നോക്കുക. അപ്പൊ സ്റ്റെബിലിറ്റി ഓർഡർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ടേഴ്സറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ആണ്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഫോം ചെയ്യുന്ന കാർബോകാറ്റയോണും ഇവിടെ ഫോം ചെയ്യുന്ന കാർബോകാറ്റയോണും ഇവിടെ ഫോം ചെയ്യുന്ന കാർബോകാറ്റയോണും ഇവിടെ ഫോം ചെയ്യുന്ന കാർബോകാറ്റയോണും എടുക്കുമ്പോൾ ഇതൊരു പ്രൈമറി കാർബോകാറ്റയോൺ അല്ലേ എന്ന് ആദ്യം നമ്മൾ വിചാരിക്കും. പക്ഷെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും ഇതൊരു ബെൻസൈൽ കാർബോകാറ്റയോൺ ആണ്, വിച്ച് ഈസ് ഹൈലി സ്റ്റേബിൾ. അപ്പൊ ഇത് എന്തായാലും എന്ത് ചെയ്യും? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്ന് ആൽക്കൈൽ ഹാലൈഡ് ആയി മാറിയിട്ട് അവിടെ ടർബിഡിറ്റി തരും, ഇമ്മീഡിയറ്റ് ആയി ടർബിഡിറ്റി തരും. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ ഒരു സെക്കൻഡറി കാർബോകാറ്റയോൺ ആണ്, 3 to 5 minutesനുള്ളിൽ ടർബിഡിറ്റി തരും. ഇവിടെയാണ് നിങ്ങൾക്ക് പ്രൈമറി കാർബോകാറ്റയോൺ കിട്ടുന്നത്. സോ ഇവൻ ഒരിക്കലും നിങ്ങൾക്ക് ടർബിഡിറ്റി തരില്ല റൂം ടെമ്പറേച്ചറിൽ. ഇവിടെ നിങ്ങൾക്ക് ടേഴ്സറി കാർബോകാറ്റയോൺ ആ കിട്ടുക, അവിടെയും ടർബിഡിറ്റി ഫോം ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ ബെൻസൈൽ കാർബോകാറ്റയോൺ, ഇവിടെ സെക്കൻഡറി കാർബോകാറ്റയോൺ, ഇവിടെ ടേഴ്സറി കാർബോകാറ്റയോൺ, ഇവർ മൂന്നുപേരും SN1 റിയാക്ഷൻ അനുസരിച്ച് ഹൈലി റിയാക്റ്റീവ് ആണ്. ബിക്കോസ് ദിയർ കാർബോകാറ്റയോൺസ് ആർ ഹൈലി സ്റ്റേബിൾ. സോ പ്രൈമറി ആയി ഇവൻ മാത്രമാണതിൽ ടർബിഡിറ്റി തരാതിരിക്കുക റൂം ടെമ്പറേച്ചറിൽ. കാരണം പ്രൈമറി കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ലീസ്റ്റ് ആണ്. അപ്പൊ പെട്ടെന്ന് ഇത് പ്രൈമറി ആണെന്ന് തോന്നുമെങ്കിലും അങ്ങനെ അല്ല എന്ന് മനസ്സിലാക്കാം. ഇനി ഇതേ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യേണ്ട മറ്റൊരു ചോദ്യത്തിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകാം. അപ്പൊ ഈ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ 3 ആണ്. ഇതേ കൺസെപ്റ്റ് ആണ് ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് വിൽ ബി മോസ്റ്റ് റിയാക്റ്റീവ് ടുവാർഡ്സ് SN1 റിയാക്ഷൻ എന്നാണ് ചോദ്യം. അവിടെ SN1 ആണെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. തൊട്ട് മുന്നത്തെ ചോദ്യത്തിൽ അതില്ലായിരുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവിടെ ഫോം ചെയ്യുന്ന കാർബോകാറ്റയോൺ എടുക്കുക, ഏത് കാർബോകാറ്റയോൺ ആണ് ഏറ്റവും സ്റ്റേബിൾ, അതായിരിക്കും ഏറ്റവും റിയാക്റ്റീവ് ആകുക. കണ്ടുപിടിക്കുക, ആൻസർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.